കോൺഗ്രസിൽ നിന്ന് നിതീഷ് പ്രതികരിക്കാൻ ചേരുന്നുണ്ട്. നിതീഷ്, ഇപ്പോൾ നമുക്കറിയാം നിലമ്പൂരിലെ ഒരു സാഹചര്യം വളരെ പെട്ടെന്ന് തന്നെ ഇലക്ഷൻ തീരുമാനിക്കുന്നു. ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. ആദ്യ സമയങ്ങളൊക്കെ ഒരു വലിയ രീതിയിലല്ലാത്ത ഒരു പ്രതിസന്ധിയൊക്കെ ഉണ്ടായിരുന്നു. കാരണം PV അൻവർ ഇങ്ങനെ ഓരോ ബോംബിട്ടുകൊണ്ടിരിക്കുന്നു. ഏതു തരത്തിലാകും അൻവർ എഫക്റ്റ് ഉണ്ടാവുക എന്നുള്ള ഒരു ആശങ്കയൊക്കെ കോൺഗ്രസിനുണ്ടോ? ഒരിക്കലുമില്ല. നിലമ്പൂരിനെ സംബന്ധിച്ച് ഞങ്ങള് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്, തികഞ്ഞ വിജയ പ്രതീക്ഷയിലാണ്. അതിനൊരു ശതമാനം പോലും ഞങ്ങൾക്ക് സംശയമില്ല നിലമ്പൂരിന്റെ വിജയത്തിന്റെ കാര്യത്തിൽ. ഞങ്ങൾ ഭൂരിപക്ഷം മാത്രമാണ് നിലമ്പൂരിൽ ഞങ്ങൾക്ക് നോക്കി നിൽക്കുന്നത്. കാരണം അൻവർ ഏത് രീതിയിൽ കോൺഗ്രസ് UDFന്റെ വിജയത്തെ ഫാക്ടർ ആവും എന്നുള്ള കാര്യമൊക്കെ നേതാക്കന്മാർ സംസാരിച്ച് അൻവറുമായി നിരന്തരമായി UDFന്റെ നേതാക്കന്മാർ സംസാരിക്കും. അത്തരം കാര്യങ്ങളിലൊക്കെ അവർ കൃത്യമായി തീരുമാനം പറയും. അൻവർ എന്നുള്ളതല്ല, UDF തിരിച്ചുപിടിക്കുക എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, UDFനെ സംബന്ധിച്ചിടത്തോളം, ഓരോ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായ ഒരു കാലഘട്ടമാണ്. ഈ സർക്കാരിനെതിരെ ജനദ്രോഹപരമായി നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സർക്കാരിനെതിരായിട്ടുള്ള ഒരു വലിയ പോരാട്ടമായിട്ടാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ ഇവിടെയുള്ള പ്രവർത്തകരെല്ലാം കാണുന്നത്. ഇത് ഐക്യജനാധിപത്യ മുന്നണിയുടെ വിജയത്തിന് വേണ്ടി മാത്രമുള്ള ഒരു തെരഞ്ഞെടുപ്പല്ല, നിലമ്പൂരിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്, കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ആ സീരിയസ്നെസ്സോടുകൂടി തന്നെയാണ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്. മറ്റൊരു കാര്യമുള്ള ഈ മണ്ഡലം തിരിച്ചുപിടിക്കുമ്പോൾ അൻവറിന്റെ ഒരു സ്വാധീനം അത് പാർട്ടിക്ക് ഗുണം ചെയ്യില്ലേ? തീർച്ചയായിട്ടും അൻവറിന്റെ സ്വാധീനം എന്നുള്ളതല്ല, ഈ നാട്ടിൽ സമാധാനം ആഗ്രഹിക്കുന്ന, ഈ നാട്ടിൽ പുരോഗതി ആഗ്രഹിക്കുന്ന, ഈ നാട്ടിൽ വികസനം ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും സഹായം ഐക്യജനാധിപത്യ മുന്നണിക്ക് ഗുണം ചെയ്യും. അതിൽ അൻവർ എന്ന് പറയുന്ന ഒരു ഫാക്ടർ അങ്ങനെ ആ രീതിയിലല്ല. ഈ നാടിന്റെ പുരോഗതി ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകൾ, അൻവർ തന്നെ എന്താണ് പറഞ്ഞത്, ഇത് പിണറായി സത്തിനെതിരായ പോരാട്ടം എന്നല്ലേ. അപ്പോൾ പിണറായി സത്തിനെതിരായ പോരാട്ടം ഏത് രീതിയിലാണ് നടപ്പിലാക്കേണ്ടത്? അത് ഐക്യജനാധിപത്യ മുന്നണി നിലമ്പൂരിൽ ജയിക്കുക എന്നുള്ളതാണ് പിണറായി സത്തിനെതിരായ പോരാട്ടം. അപ്പോൾ അൻവർ ഉയർത്തുന്ന രാഷ്ട്രീയം എന്താണ്? അപ്പോൾ സ്വാഭാവികമായി പിണറായി സത്തിനെതിരായിട്ടുള്ള രാഷ്ട്രീയമാണെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് ഒപ്പം ചേരുക എന്നുള്ളതാണ് അൻവർ കാണിക്കേണ്ട രാഷ്ട്രീയം എന്ന് പറയുന്നത്. അൻവറിന്റെ പ്രവർത്തനം ഐക്യജനാധിപത്യ മുന്നണിക്ക് ഗുണകരമാകുമ്പോഴാണ് അൻവർ ഉയർത്തിയ രാഷ്ട്രീയം ശരിയായിരുന്നു. ഞാൻ ഇത്രയും കാലം ഞാൻ MLA സ്ഥാനം രാജിവെച്ച് എന്തിനാണ് എന്റെ MLA സ്ഥാനം ഞാൻ ത്യജിച്ചത്? ഞാൻ ഉയർത്തിയ രാഷ്ട്രീയം എന്താണ്? ഞാൻ ആർക്കെതിരെയാണ് ഞാൻ പടപൊരുതി പുറത്തു വന്നത്? അപ്പൊ അവർക്കെതിരെ ഞാൻ ഉയർത്തിയ രാഷ്ട്രീയം ശരിയായിരുന്നു എന്ന് തെളിയിക്കാൻ ഐക്യജനാധിപത്യ മുന്നണിയുടെ വിജയം ആരെക്കാളും അനിവാര്യമായത് അൻവറിനാണ്. ആ തിരിച്ചറിവാണ് അദ്ദേഹം കാണിക്കേണ്ടത്. അപ്പൊ അദ്ദേഹം തീർച്ചയായിട്ടും ഐക്യജനാധിപത്യ മുന്നണിക്കൊപ്പം വരും. ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ ഞങ്ങൾ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. കൂടി ചോദിക്കട്ടെ, ഒരു പക്ഷേ അൻവർ തന്നെ മത്സരരംഗത്തേക്ക് വരുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ അത് കോൺഗ്രസ് എങ്ങനെ നേരിടും? അങ്ങനെയല്ല, ഒരു കാരണവശാലും അദ്ദേഹം മത്സര രംഗത്തേക്ക് വരുന്ന ഒരു സാഹചര്യത്തെ ഞങ്ങളാരും നോക്കി കാണുന്നില്ല. കാരണം അദ്ദേഹം ഉയർത്തിയ രാഷ്ട്രീയം എന്താണ്? അദ്ദേഹം എന്തിനാണ് MLA പദവി രാജിവെച്ചത്? അദ്ദേഹം ആർക്കെതിരെയാണ് പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുന്നത്? ആ പോരാട്ടം അന്വർത്ഥമാകണമെങ്കിൽ അവിടെ ആരാണ് വിജയിക്കേണ്ടത്? ഐക്യജനാധിപത്യ മുന്നണിയാണ് ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ വിജയിക്കേണ്ടത് എന്ന കാര്യത്തിൽ ആർക്കാണ് സംശയമുള്ളത്? അപ്പൊ സ്വാഭാവികമായിട്ട് അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങി അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയായി, ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വരുന്ന ഒരു സാഹചര്യം ഒരു കാരണവശാലും നിലമ്പൂരിന്റെ അകത്ത് ഉണ്ടാകുമെന്ന് ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല. ശരി, വളരെ നന്ദി ശ്രീ നിതീഷ് പ്രതികരിച്ചതിന്. എന്തായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്.